ഹലോ എവ്രി വൺ, എല്ലാവർക്കും പേൾപ്പിനിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടീനേജറായ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുറി റെഡിയാക്കി എടുക്കുന്നത്. ഇത് അമ്മയുടെ മുറിയായിരുന്നു, ഹസ്ബൻഡിൻ്റെ അമ്മ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മുറിയാണ്. അപ്പോൾ അമ്മ മരിച്ചിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞ്. അപ്പോൾ ഇത് ഞങ്ങളങ്ങനെ ആരും ഉപയോഗിക്കാണ്ട് വെച്ചേക്കുമായിരുന്നു. ആദ്യമൊക്കെ കുറേ നാൾ വളരെ സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ച്, പിന്നെ അത് കഴിഞ്ഞപ്പം ഓരോരുത്തർ ഓരോന്ന് അവിടെ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. അങ്ങനെ ആകെ അലങ്കോലമായിട്ട് ഒരു ഡംപ് ചെയ്യണ ഒരു റൂം പോലെ ആയിരുന്നു. അപ്പം എന്തായാലും അങ്ങനെ കിടക്കുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ആ മുറി നീറ്റാക്കി ക്ലീനാക്കി എടുക്കാമെന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം പുറത്തേക്ക് മാറ്റി. എന്നിട്ട് അലമാരയും അതുപോലെയുള്ള സാധനങ്ങളും കസേരകളും മാറ്റിയിട്ടാണ്. പിന്നെ ജൂഡ്സൺ ആ ബെർത്തിൻ്റെ മുകളിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്നതുകൊണ്ട് പുൽക്കൂടും അങ്ങനെയുള്ള ഉപയോഗിക്കാത്ത തലയണകളും അങ്ങനെയുള്ളതൊക്കെ വെച്ച് കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറ്റി ബെർത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത്, എല്ലാം നല്ല പ്ലെയിൻ ആയിരിക്കണം, അവിടെ വേറെ ആരുടെയും ഒന്നും വെക്കേണ്ട, അവളുടെ സാധനങ്ങൾ മാത്രം വെച്ചാൽ മതി എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ. അപ്പോൾ ജൂഡ്സൺ ബെർത്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ മാറാലയൊക്കെ അടിച്ചു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ് കേട്ടോ ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്, കുറച്ചധികം നാളായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റണ കാരണം കോർണറിലും ഫാൻ തുടയ്ക്കാനും നല്ലതാണ്, ട്യൂബ് ലൈറ്റ്, അതുപോലെ നമുക്ക് ഭിത്തിയൊക്കെ തുടയ്ക്കാൻ നല്ലതാണ്, ജനലിൻ്റെ ഉള്ളിലുള്ള മാറാലകളൊക്കെ ഉണ്ടല്ലോ പൊടികൾ, അതൊക്കെ തുടയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞിട്ടാണ് തുണി നനച്ച് തുടയ്ക്കണത്. അതിനുശേഷം ജനൽ കമ്പികളും എല്ലാം തുണി നനച്ച് നന്നായിട്ട് തുടച്ചെടുത്തിട്ടാണ്. ജനലുകളൊന്നും പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. അപ്പോൾ കട്ടിലും ആ ടേബിളും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ ഇരിക്കണ കാരണം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊക്കെ പെയിൻറ്റ് ചെയ്തു. കോഫി ബ്രൗൺ കളറിലെ വുഡൻ പെയിൻ്റാണ് കേട്ടോ അടിച്ചിരിക്കുന്നത്. ഞാനവിടെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം പൊന്നും കൂടെ വന്ന് അവളും കൂടെ ഹെൽപ്പ് ചെയ്ത് ഞങ്ങൾ 2 പേരും കൂടിയാണ് കേട്ടോ കട്ടിലും ആ ടേബിളും പെയിൻറ്റ് ചെയ്തത്. മോൾക്കിപ്പം CBSEയുടെ 8th സ്റ്റാൻഡേർഡിൻ്റെ ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുള്ള അവധിയാണ് കേട്ടോ. 1 വീക്ക് അവർക്ക് ഹോളിഡേയ്സ് കൊടുത്തിട്ടുണ്ട്. 1 വീക്ക് കഴിയുമ്പോൾ അവർ 9th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇവരുടെ സ്കൂളുകാർ ഫെബ്രുവരിയിലെ എക്സാമാണ്, ആനുവൽ എക്സാമാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഫെബ്രുവരി ആകുമ്പോൾ ആനുവൽ എക്സാം ആകും. അങ്ങനെയാണ്. ആദ്യം ബെയ്ജ് തീമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും പിന്നീട് ലാവൻഡറിലേക്ക് മനസ്സ് മാറി. അങ്ങനെ ലാവൻഡറും ബെയ്ജും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീമിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അങ്ങനെ ലാവൻഡർ പർപ്പിൾ പ്ലം എന്നും പറഞ്ഞ ഒരു കളറാണ് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 സൈഡിലെ ഭിത്തിയാണ് അടിക്കാനുള്ളത്. അപ്പോൾ ഭിത്തി ജൂഡ്സൺ തന്നെ അടിച്ചോളാന്ന് പറഞ്ഞിട്ട്, പുട്ടിയൊന്നും ഇടാത്ത ഭിത്തി ആയതുകൊണ്ട് ഇങ്ങനെ ഹോള് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ജൂഡ്സൺ തന്നെയാണ് അടിച്ചത്. അപ്പോൾ 2 കോട്ട് അടിച്ചപ്പോഴാണ് അത് ക്ലിയർ ആയത്. കാരണം വൈറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ വൈറ്റിൽ 1 കോട്ട് അടിച്ചപ്പോൾ ലൈറ്റ് കളർ ആയിരുന്നു. അപ്പോൾ 2 കോട്ട് അടിച്ചു തന്നു. പിന്നെ കർട്ടൻ്റെ റാഡൊക്കെ പിടിപ്പിച്ച് തന്നു. അതുപോലെ ഫാനിൻ്റെ റെഗുലേറ്റർ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കണമായിരുന്നു. ഫാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് മൊത്തം പോവും, അതേ അവസ്ഥയായിരുന്നു. അങ്ങനെ ആ റെഗുലേറ്ററൊക്കെ മാറ്റി ജൂഡ്സൺ തന്നെ അതൊക്കെ ശരിയാക്കി തന്നിട്ടാണ്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബാത്റൂം ഉണ്ട് മുറിയിൽ, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിലൊരു ബാത്റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കളഞ്ഞില്ല, പിന്നീടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നും പറഞ്ഞിട്ട് അതങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ആ ബാത്റൂമിൻ്റെ ഫ്രണ്ട് മാത്രം വാൾപേപ്പർ ഒട്ടിച്ച് കളർ മാറ്റാമെന്ന് എഴുതിയിട്ട് ഞങ്ങളൊരു ലൈറ്റ് പീച്ച് കളറിലെ വാൾപേപ്പർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവളും കൂടി വാൾപേപ്പർ ഒട്ടിച്ചു. വാൾപേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, എസ്തെറ്റിക് ആയിട്ടുള്ള. അപ്പോൾ അവൾക്ക് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു റൂം മേക്ക് ഓവർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കോട്ട്സും കുറച്ച് പിക്ചേഴ്സൊക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള വാൾ സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് സ്റ്റിക്ക് ചെയ്യാനുള്ള ഗമ്മും കൂടി ഉണ്ടാവും കേട്ടോ. അത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ചിലതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പോരുന്ന ടൈപ്പാണെന്ന് തോന്നി. ഒരു പിക്ചറിന് ഒരു ഗമ്മിൻ്റെ ഒരു പൊട്ട് പോലെയാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതെനിക്ക് മതിയാവുമെന്ന് തോന്നണില്ല. ഇനി പൊളിഞ്ഞ് പോരുവാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് ഒട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഇന്ന രീതിയിലേ ഒട്ടിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല.
നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിക്കാം. അപ്പോൾ അവൾ ആദ്യം ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞ് ഹാർട്ടൊക്കെ വരച്ചെങ്കിലും അവിടുത്തെ ആ സ്പേസ് അതിന് പോരാതെ വരുമായിരുന്നു. അവൾ വരച്ചത് ഇത്തിരി വലുതായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതൊക്കെ പറിച്ചെടുത്തിട്ട് അമ്മയുടെ ഇഷ്ടത്തിന് ഒട്ടിച്ചോ, ഹാർട്ടൊന്നും വേണമെന്നില്ല എന്നും പറഞ്ഞ് പോയി. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞങ്ങൾ കർട്ടനാണ് കേട്ടോ ഇട്ടത്. ഇത് നമ്മൾ എറണാകുളത്ത് രാധാകൃഷ്ണയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു പീസിന് 250 റുപ്പീസായിരുന്നു ഇതിൻ്റെ റേറ്റ്. അങ്ങനെ 2 ഷെയ്ഡ് എടുത്ത്, ഒന്ന് ബെയ്ജാണ്, പിന്നെ ഒന്നൊരു കോഫി ബ്രൗണിൻ്റെ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് പോലത്തെ ഒരു കളർ. സ്റ്റഡി ടേബിളിൻ്റെ ആ ഏരിയയിൽ വെക്കാനായിട്ട് ഒരു ഇൻസ്പോ ആയിട്ടുള്ള ഒരു വോൾ ഹാങ്ങിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഹാങ് ചെയ്തു. പിന്നെ അവൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ട് പോളറോയിഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 10 എണ്ണമാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അവർ അതിൻ്റെ ലൈറ്റും പിന്നെ അതിൻ്റെ ക്ലിപ്പും എല്ലാം കൂടെയാണ് അവർ സെറ്റ് ചെയ്ത് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഫോട്ടോയ്ക്ക് 10 വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 200 റുപ്പീസിൽ താഴെയാണ് ആയത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ കൊണ്ടുവന്നിട്ടു, ബെഡ്ഷീറ്റും വിരിച്ചു. ബെഡ്ഷീറ്റ് ഇത് അവൾ അമ്മച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ബെഡ്ഷീറ്റാണ്. അപ്പോൾ ഈ പേർപ്പിളിൻ്റെ ലാവൻഡർ ഷെയ്ഡ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാവൻഡറിൻ്റെ ഷെയ്ഡുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ 2 പില്ലോ കവറും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കാതെ വെച്ചിരുന്ന പില്ലോയാണ്. അപ്പോൾ ഞങ്ങളിത് വെയിലത്തൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടാണ് പിന്നെ പില്ലോ കവറൊക്കെ ഇട്ട് വെച്ചത്. ഇത് അവൾക്ക് വേണ്ടി വാങ്ങിച്ച സ്റ്റഡി ടേബിളാണ്. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതാണ്. 8th സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ തോപ്പുംപടിയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് പറ്റിയ ഒരു ചെയറും കൂടെ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അപ്പുറത്തെ ഭിത്തിയിലോട്ട് തിരിച്ചിട്ടപ്പോഴേക്കും അവൾക്കത് വേണ്ട, ഇപ്പുറത്തോട്ട് തിരിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞ ആൾ പോയി. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് അത് മാറ്റി അവളുടെ ഇഷ്ടത്തിന് തന്നെ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ ടേബിളിൽ വെക്കാനായിട്ട് ഒരു കലണ്ടറും പിന്നെ ഒരു പെൻ ഹോൾഡറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്തു. അതിന് ശേഷം അവളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് തന്നെ അവളുടെ ബുക്സൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. ഇപ്പോൾ ഏതാണ്ട് റൂം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണം. അതുപോലെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് പറയണം. ആർക്കെങ്കിലും ഇതൊരു പ്രചോദനമാകുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം.